എല്ലാവർക്കും നമ്മുടെ പുതിയയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ സ്ഥലം വരെ പോവാണ്. കോറ പറഞ്ഞ സ്ഥലമുണ്ട്. എൻ്റെ ശരിക്കും അങ്ങനെ തന്നെ കാണും, പക്ഷേ കോറ ശരിക്കും കാണില്ല. എൻ്റെ അടുത്തുള്ള സ്ഥലമൊക്കെ കാണിച്ചാൽ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട് ഷിഫ്റ്റിനും കൂടി ഉണ്ട്. അങ്ങനെ ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ. അപ്പോൾ ഗൈസ് നമ്മൾ പോകേണ്ട വൈക്കാണ്. എൻ്റെ പേര് ഇതാകുന്ന ഇവിടെ തന്നെയാണ്. നമ്മൾ കുറേ ദൂരം എത്തിയിട്ടില്ല, കാടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഇത് പേരൻ്റെ അവിടെ നിന്ന് സ്റ്റെപ്പ് കുറേ സ്ഥലത്ത് പോകണ്ട ഗൈസ്. ഞാനേ ഇന്ന് മദ്രസ വിട്ടിരുമ്പോൾ ഞങ്ങൾ പറഞ്ഞ് പ്ലാൻ ചെയ്തേ. അപ്പം ഞാൻ പറഞ്ഞേ എന്താണ് സ്റ്റെപ്പും തട്ടി അല്ല കോറ എന്നല്ലേ നമ്മളോട് പറഞ്ഞേ. എന്തേന്ന് കോറിയല്ല മറ്റേ കനാലെന്ന് പറഞ്ഞേ. എന്നിട്ട് മുകളിലൂടെ കനാലിൽ നിൽക്കും കൂടി അറിയില്ല. പിന്നെ മനസ്സിലായി കോറയാണ്. കോറല്ല ഇതിന് പറയല്, കോറി എന്നാണ്. കുറെ നേരം ഇട്ടിട്ട് തുടങ്ങിയിട്ട് പറഞ്ഞിട്ട കാര്യം ശരശുദ്ധി ഉണ്ട്. പാമ്പും നായും ഇതൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു എന്നൊക്കെ പറയാം. നല്ല അനുഭവം ഉണ്ട് ഗൈസ്. ഞാൻ പെട്ട് നിന്നൊരു സമയം ഉണ്ടായിരുന്നു. ആ ഭാഗത്ത് കാണിച്ചു തരാം, അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. അങ്ങോട്ടല്ലേ പോകും. നമ്മൾ ഈ വലിയ കാറ്റങ്കിരി പോകണ്ട, ആയിക്കൂടി പോവാം. പക്ഷെ അയ്യോ കാറ്റങ്കിരി പോവാം. ഞാൻ ഒരു അനുഭവം ഗുരുവോ അനുഭവം ഗുരു എന്നല്ല പറയുന്നത് സാധാരണ. ആണോ? ആ ഭാഗത്ത് നായി, ആ ഭാഗത്ത് അവിടെ മുന്നിൽ പോയിക്കേ. ഞാൻ കാണിച്ചു തരാം. ഈ ഭാഗത്ത് നായി നിൽക്കണേ. ഞാനാണെങ്കിൽ എന്താ ചെയ്യേണ്ടി അറിയാതെ കോട്ടയം പിടിച്ച് നിൽക്കണേ. എന്നിട്ട് ഞാൻ അവസാനം അൽക്കൂടെ കയറിപ്പോയി ഒരു പെരിയിൽ പോയി കണ്ട ആളെ വിളിച്ച്. എന്നിട്ട് തിരിച്ചപ്പോ കാണയ്യ, തിരിച്ചൊന്നപ്പോ നായിനെ കാണയ്യ. എന്റെ നായ എന്നെ കത്ത് ഇവിടെ നിൽക്കേക്കാരോ. അപ്പൊ വലിയ കയറ്റം വലിയ കയറ്റം ഇവിടെ. ഇത് ഫുള്ള് കയറി കഴിഞ്ഞാലേ എത്തുള്ളൂ. പിന്നെയും കുറെ കയറ്റം കയറുണ്ടാവും. ഷിഫ്റ്റിനെ പറഞ്ഞിട്ട് കേൾക്കണ്ട പറയാൻ പറ്റില്ല, കാരണം അവള് വിട്ട് നിൽക്കുന്നുണ്ട്. മൈക്കൊന്നും ഇല്ല കേസ്. നമ്മളൊക്കെ തുടങ്ങേണ്ട യൂട്യൂബേഴ്സ് അല്ലേ. വണ്ടിക്കോ കേൾക്കോ എടുക്കാം. മോൾക്ക് കയറി അവിടെ നിന്നാ കാണിച്ചെടുക്കട്ടെ. അല്ലേ വേണ്ട കയറിക്കോ. നമ്മളിപ്പോ ഇവിടെത്താണ് ഞങ്ങൾ ആ തലക്കൊന്ന് കയറി തുടങ്ങിയിട്ട് ഇപ്പതാ ഇവിടെ ക്യൂട്ടോ വിൻറ്റേജ് ബട്ടർഫ്ലൈ. ഇപ്പോൾ ഗൈസ് നമുക്ക് പറഞ്ഞത് എന്താണ്, ഞാൻ അവിടുന്ന് ഇവിടെ വെച്ചാണ് കാണിച്ചത്. ഞാൻ അങ്ങോട്ട് നോക്കി അവിടെ വെളിച്ചങ്ങനെ അങ്ങോട്ട് പോവാണ്ട്. ഇവിടെ കുറേ വീടൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ നല്ല സിമ്പിളാണ്. മണ്ടിക്കോ. ഇത് വലിയൊരു ഗ്രൗണ്ടാണ്. ഈ ഞങ്ങളുടെ വേണ്ട ഞാൻ പറയുന്നില്ല. നമുക്ക് ഓഫാക്കാം ഗൈസ്. ഞങ്ങളെ കുറച്ച് ക്യാറ്റ് എത്തിയിട്ട് കാണിച്ചു തരട്ടാ. വീണ്ടും ഒരു കാറ്റഗറി ഗൈസ്. അമ്മ ഇതങ്ങനെ ഒരു കാറ്റഗറി ഇരിച്ചിട്ടുണ്ട് വീണ്ടും. ഇതിൻ്റെ നല്ല കാടുള്ള സ്ഥലം. എടി കുറച്ച് വർക്കാനെ പറയടി, നീ കേൾക്കൂല. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം. അങ്ങനെ സൗണ്ട് വർക്കാനല്ല പറയുന്നത് അവിടെ കൂട്ടുകാർ. നമുക്ക് ആ വഴിക്കാണോ ഈ വഴിക്കാണോ പോകും? അങ്ങോട്ട് പോകണ്ടേ, അങ്ങോട്ട് പോകണ്ടേ. ഇവിടെ എന്താണ് പിന്നെ ഗൈസ്, ഞങ്ങൾ നല്ല ഡ്രോൺ, എൻ്റെ അമ്മായി ഡ്രോൺ കൊടുന്ന് ഫസ്റ്റ് തന്നെ ഞങ്ങൾ ഡ്രോൺ പറത്തിയതാ. അതിൽക്കൂടി ഇങ്ങനെ പോകുന്നു. പിന്നെ കാണാതെ ഇവിടെ എത്തിയാണ്ട് ഇവിടെ ഞങ്ങൾ കുറേ തപ്പിയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾക്ക് നല്ല പൈസ അറിയാം. നേരെ പോകും. പിന്നെ ഡ്രോൺ കിട്ടി കേട്ടോ. മഴയൊക്കെ പെയ്ത് കുറേ കഴിഞ്ഞ ശേഷം ഡ്രോൺ കിട്ടി. വർക്കാവുന്ന കണ്ട് വാട്ടർ പ്രൂഫാണ് തോന്നുന്നത്. ക്യാമറ ഉള്ള ഡ്രോണൊക്കെ തന്നെ. ഇവിടെ ഒരു ഓട്ടോറിച്ച് നിർത്തിട്ട് ആ ടവർ ഫുള്ള് കാണണ്ട. ഞാൻ ഐഫിൽ ടവർ ഞങ്ങളതിൻ്റെ തൊട്ടടുത്ത്. പക്ഷെ അതിൻ്റെ അടുത്തൊന്നും പോയി തൊടാൻ നിൽക്കണ്ട, കറണ്ട് അടിച്ചു ചിലപ്പോൾ. അങ്ങോട്ട് പോകാനൊന്നും പറ്റില്ല. അവിടെ നിന്നാൽ മതി. കണ്ടോ എന്തൊരു എളുപ്പമുണ്ട്. വിട്ടുന്ന് കാണുമ്പോൾ ഞാൻ വിചാരിച്ചു കുറേ ദൂരത്തേക്ക് അരന്നേ. ഇത്ര അടുത്ത് നോക്കി കാണിച്ചു. ഇത്ര എടുത്താണ് പോരെ.
അങ്ങോട്ടൊന്നുമില്ല, അങ്ങോട്ടാ പോകണ്ടേ, അവിടുക്കാൻ വഴി ഇവിടെ. ആ ആയിക്കോട്ടെ. ഇവിടെ കല്ലാണ് നിലത്ത്. കുറേ സ്ഥലം ഞങ്ങൾ സമ്മതം ചോദിച്ചു വന്നാണ്. മാം പോയി വേം വരാത്ത പറഞ്ഞിട്ട് അല്ലേ. ആ ആൾക്കാരെ ഏറ്റവും ഇമോജിച്ചോ ഓരിവിടെ എടുത്തേക്ക് പോകാൻ പറ്റില്ല. ഞങ്ങൾ നാളെ ഒന്നും ഇവിടെ ഒറ്റ ആളില്ല. ഇപ്പോഴത്തെ കുറേ ആൾക്കാർ മുന്നിലൊക്കെ ഗൈസ് ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം ഗൈസ് ഇതാണ് കോറി. കനാല് മാറി വീണു കോറിയായി ഗൈസ്. അപ്പോൾ ബാങ്ക് എടുക്കുന്നുണ്ടോ? ഇല്ല. കോറി കണ്ടോ സൈഡിൽ ചെത്തി വെച്ച പോലെ തന്നെ ചെത്തി വെച്ചതാണല്ലോ. കണ്ടോ അവിടെ ചെത്തി അങ്ങനെ വെച്ചതാണ്. അപ്പോൾ പിന്നെ ഗൈസ് ഈ സൈഡിൽ നോക്ക്, ഇവിടെ കണ്ടോ, ഇവിടെ ഇതുപോലെ ചെത്തി വെച്ച പോലെ ഇതൊക്കെ ചെത്തി വെച്ചതാ. അവിടെ ഓട്ട കണ്ടോ, ഈ കൂടി വെള്ളം കൊലിക്കുന്നുണ്ട്. നോക്ക് ബാക്കിൽ വലിയ കാടാണ്. ഇവിടേക്ക് പുല്ലും ഇതൊക്കെയാണ്. അപ്പോൾ കണ്ടോ കുറേ ചെടികളൊക്കെ ഉണ്ട്. കണ്ടോ തൊട്ടാവാടിയൊക്കെ ഉണ്ട്. തൊട്ടാവാടി കളിക്കാം നമുക്ക്. ഗൈസ് ഒരു ബാങ്ക് കൊടുത്ത് ഇനിയും ബാങ്ക് കൊടുത്തോണ്ടിരിക്കണേ. നമുക്ക് ബാങ്ക് കൊടുത്ത് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ ഗസ് ഒരു ബാങ്ക് കഴിഞ്ഞിട്ട് കഴിഞ്ഞ് അതാണ് ഗസ് ടവർ. നമ്മളടുത്തുനിന്ന് കണ്ട ടവർ. എന്താണ് കോറി? ഞാൻ എപ്പോഴും കനാൽ പറഞ്ഞ് തീർക്കണം ഗസ്. കോറി ഇവിടുന്ന് ഇവിടെ ഉണ്ട്. വെള്ളം പുല്ലായത്. ഇനി നമുക്കൊരു സ്ഥലം വരെ പോകണ്ടേ. കോറി കണ്ടു പക്ഷെ എടുത്ത് ഹനാന്ന് വിളിച്ചാൽ മതി. കേക്കണ് ഗസ്. നേരത്തെ ആരോ വിളിച്ചപ്പോ ഇങ്ങനെ കേട്ടിങ് അല്ല ഇജ് വിളിച്ച് ഇപ്പൊ കേൾക്കുന്നുണ്ട്. കേട്ട് ഞാൻ ഹായ് എന്ന് പറഞ്ഞേ. കേട്ട് ഉണ്ട് കനാല് ആ കോറി ഇനി ആ കോറിക്ക് പോകാനുള്ള വഴി ഇല്ല ഗൈസ്. അതോടെ കാടാണെന്നേ. ഞാൻ വേറെ സ്ഥലത്തേക്ക് പോകണ്ടേ. ഏതായാലും അതിൻ്റെ മുമ്പേ ഇനി പോകാൻ കുറേ പോവാണ്ട് എന്നാൽ കുറച്ചുള്ളൂ ഗൈസ്. കാട്ടുകൂടി പോകുന്നുണ്ട്. ഇവിടെ കുറുക്കനോ പാമ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പെട്ട് ഈ വീഡിയോ യൂട്യൂബിൽ വരില്ല കേട്ടോ ഗൈസ്. യൂട്യൂബിൽ വന്നിട്ടില്ലെങ്കിൽ നിങ്ങളെന്ത് വെച്ചാൽ അറിയണം ഞങ്ങളെ എത്തിക്കണത് ഗൈസ്. സ്ഥലം എത്തി. അതെന്താണ് അതിൻ്റെ പേര്? നല്ല വ്യൂ ഗൈസ്. പൊതു വിവരണം വള്ളം വിവരം ചെയ്യുന്ന സ്ഥലം എന്തെങ്കിലും ആണ്. ഏതായാലും ആ വള്ളം വരേണ്ട സ്ഥലമാണ്. അതെ നമ്മൾ എടുത്തു പോയി കാണിച്ചാൽ ആ ടാങ്ക് ഇപ്പോൾ ഇവിടുന്ന് കാണുമ്പോൾ ഇത്തിരി ഉള്ളൂ. ഇത്രേ ഉള്ളൂ. പക്ഷെ എടുത്തുകാകുമ്പോൾ എന്നൊക്കെ ശരിക്കും കണ്ട് ഞങ്ങളൊക്കെ വേണം നിങ്ങളെ സമ്മതിക്കാൻ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ചെയ്യണം ഗൈസ്. ഇത്ര കഷ്ടപ്പെട്ട് ഇങ്ങോട്ടൊക്കെ വരികയാണ്. ജീവൻ പണിയും വെച്ച് വരികയാണ് ഗൈസ്. ഇതാണ് ഇതെടുത്തു ഒന്ന് കൊടുത്തൊക്കെ ഇത്ര പോകുന്ന ടാങ്ക് നമുക്ക് വലിപ്പം കാണാം ഗൈസ്. ഓളിങ്ങോട്ട് ഇത്ര ഉണ്ട്. വാ അങ്ങോട്ട് വാ. ഇനി ഒരു കാര്യം കാണിച്ചത് ഞാൻ അങ്ങോട്ട് ആദ്യമായിട്ടല്ല. അവിടെ ദൂരത്തൊരു വെള്ള കളർ കണ്ട് ഇതിൽ കാണാറില്ല. കാരണം എടി അങ്ങോട്ടൊന്നും വീണാണ്ടല്ലോ ജേ. ഈ ഫോണൊന്നും വികല് കാറ്റ് നല്ല അടിച്ചിട്ടുണ്ട്. അവിടെ എങ്ങനെയായിട്ട് കണ്ട വെള്ള
കോലൂര അത് പള്ളിയില്ലേ, പുതിയ ജുമാ മസ്ജിദ് ഇല്ലേ, ആ അതിൻ്റെ ഇതാണ്. ഈ ഫോണിൽ അത്ര കാണില്ല, എന്നാലും കാണിച്ചെടുത്ത് ആ അത് കാണുന്നുണ്ട് ഗൈസ്. വെള്ള സാധനമാണ്. പക്ഷെ ഇവിടുന്ന് കാണുമ്പോ ഗൈസ് അതെന്ത് എഴുതിച്ച പോലെ തോണ്ടേ അങ്ങനെ. എന്റെ അനിയൻ എനിക്ക് വൈ കാണാപാടെ അറിയോണ്ടേ അല്ലേ നോടി വന്നുകണേ. ഏതായാലും ഇതാണ് ഗൈസ് നമ്മുടെ പബ്ലിക് വാട്ടർ വിതരണം ചെയ്യുന്ന സ്ഥലം. കാണിച്ചിട്ട് ഓളെത്ര ഉള്ളു ഗൈസ്, ഇത്ര നിന്നാ ഇത്ര ഉള്ളു. നീ എഴുതാന്ന് പോയിന്നാ സംഭവിക്കോ അങ്ങോട്ട് വികലിട്ട് ഒരായിരം അത്ര കൂടില്ല. ഇനി ഞാനൊരു വഴി കാണിച്ചിട്ടാ. ഇനി അങ്ങോട്ട് നമ്മൾ നാളെ ഇങ്ങോട്ട് പോയാണ്ട് ഒരു പയം പറിച്ചു പോവാ. അങ്ങോട്ട് പോലെ ആദ്യം നാളെ അവിടുന്നല്ല നല്ല കാറ്റാണ് ഗൈസ്. ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ. നല്ല തണുപ്പുണ്ടേ അല്ലേ കണ്ട ഗൈസ്. ഇതൊക്കെ ആടിന്റെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എത്രത്തോളം കാറ്റുണ്ടെന്ന്. വെയിലും തണുത്ത കാറ്റും അടിപൊളി. ഇവിടൊക്കെ ആ ഒരു മരം കണ്ട ആ ഒരു എന്താണ് വെള്ളമല്ല ഇവിടെ വെള്ളം അതൊന്നല്ല, അത് നമ്മളവിടെ ഉണ്ട്. ഇതാണ് ഞാൻ ചോദിച്ചത് ചന്ദ്രന്റെ ഇലന്റെ ഷേപ്പ്. അതിന്റെ ഇല ഇവിടെ കൊഴിയുണ്ട്. ഞാൻ ആർട്ട് ചെയ്യാൻ നമുക്ക് എന്നാലും എടുക്കാം, കുറച്ച് പെർഫെക്റ്റ് ആയിട്ടുള്ള ഇതാ. പക്ഷെ ഇതിന് ഓട്ടം ഉണ്ടോന്നേ ഞാൻ അടുത്ത് എന്നാളോ ഒന്നേ ഇതാ കണ്ടിട്ടാ. ആ ഇതാക്കണം പെർഫെക്റ്റ് വേണം ചന്ദ്രന്റെ ഷേപ്പ്. പക്ഷെ ഒരു സിനിമ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ അതിന്റെ ഒന്നും ഷേപ്പ് കറക്റ്റ് ആവണ്ടേ. അത് കറക്റ്റാ. രണ്ടെണ്ണം കിട്ടി. അത് കറക്റ്റ് ഇവിടെ വെട്ടിയിട്ടിക്കണണ്ട. ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോ ഗൈസ് മോചനം പോയി. നല്ല ചൂടിപ്പോ നോക്കൂ ഇവിടെ. ആ ഗൈസ് ഇതൊക്കെ കൃത്യം ബനാനന്റെ ഷേപ്പ്. ബനാന ചന്ദ്രൻ അത്ര പോരാ. നല്ല വെയിലാണ് ഗൈസ്, നല്ല വെയിലാണ് പറഞ്ഞാൽ നല്ല വെയിലാണ്. അപ്പൊ അതാണ് 4 ചന്ദ്രനെ കിട്ടിയിട്ടുണ്ട്. ചന്ദ്രനില്ല കാര്യം കാലിയല്ലേ. അപ്പൊ ഗൈസ് ഇനി നമുക്ക് തിരിച്ചു പോവാ. ഇനി നമ്മൾ നാളെ പഴയെടുത്ത് തിന്ന സ്ഥലം ഇവിടെ കാട്ടുപയം ഒന്നും അറിയില്ല. ഞാൻ തിന്നിട്ട് ഇപ്പൊ ചത്തിട്ട് ചെയ്യാം. ചത്തുകണെങ്കിൽ വീട്ടിൽ വരില്ലല്ലോ. ഇത് പിടിച്ചാ കേഴത്തല്ലേ. ഇന്ത്യക്ക് അങ്ങനത്തെ ഒരു 5 എണ്ണം കൂടി ഉണ്ടാവും. ആർട്ട് ചെയ്യാം. അതിൻ്റെ കാട്ടി നമുക്ക് വയ്യ വരും ആർട്ട് ചെയ്യുകയാണെങ്കിൽ. നമ്മളതാ കാണാനില്ല. അതോ ഓ മണ്ടിപ്പോയി. ഞാൻ വരൂ അവിടെ നിക്കട്ടാ, അങ്ങോട്ട് പോവല്ലേ ഷിഫ്ന മെമ്പാ. അന്നെ കോറിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടേ. പുറത്ത് നല്ല വെയിൽ, പക്ഷെ ഇത് കാണുമ്പോൾ നല്ല എന്താണ് തീരെ വലിച്ചില്ല. പോയി കോറിയല്ലേ ഇപ്പൊ ഞാൻ കറക്റ്റാക്കി പറഞ്ഞില്ലേ കോറിതാ. ഇനി പോവാ വണ്ടിക്കൊണ്ട്. എത്ര ദൂരം നടന്നറിയോ ഒരു വീഡിയോ എടുക്കാൻ. എന്തേ ഓടി ആടുന്നു. ഞാൻ വിളിച്ച എന്നെ പാമ്പടിച്ചാ. അവിടെ നമുക്ക് പോകാം. അവിടെ ആ തലക്കലെത്തിയിട്ടുണ്ട്. അവൻ അങ്ങോട്ട് പോകണം, ഒരു സ്ഥലം കാണിച്ചു പോണേ. ഞാൻ ഇപ്പൊ ഡീഹൈഡ്രേറ്റ് ആവും. എന്താ ഇതൊക്കെ പാറ ചുറ്റിച്ചാണ് ഗൈസ്. നമ്മളവിടെ ചോര കണ്ടില്ല. ഇവിടെ നല്ല വെളിച്ചായതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ കാണുമ്പോൾ നല്ല ഇരുട്ടായിരിക്കാരോ. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഇമ്മേ ഓൻ പോയി. ഒരു ബട്ടർഫ്ലൈ അതാ മാറിപ്പോയി. പോക്കല്ലേ കഷ്ടപ്പെട്ട് പെറുക്കിയെടുത്താണ് നല്ല. എന്താണ് ഇവിടെ ഞങ്ങളുടെ പറഞ്ഞ ഒരു പയം തിന്നുന്ന കുറേ ഐഫിൾ ടവർ. ആ പയ എടുക്കണ്ടോ, ഒക്കെ വേണ്ട. ആ കാണിച്ചെടുത്ത ചോപ്പല്ലടി, കറുപ്പും ചോപ്പും ഈ തടിത്തക്കുരുവിന്റെ കളറല്ലേ.
അല്ല കളറല്ല സോറി ചോയല്ല ഇതാണോ ഇതാണ് ഇങ്ങനത്തെ പഴമാണ് ചുവപ്പിൽ കഴിപ്പാ ആണോ അതിൻ്റെ കൂടെ കോള് വന്നുകൊണ്ട് ഞങ്ങൾ ഇതാക്കിയതാണ് ഗൈസ് കടുത്തക്കുരു തടിത്തിക്കുരു അല്ല ഗൈസ് ഇതിന് എന്തോ ഒരു പേരൊന്നുമില്ല വിശക്കുരു ഇല്ലാത്തതുകൊണ്ട് തിന്നടാ ചാവൂല ഞങ്ങൾ തിന്നു ചത്തില്ല അതിന്റെ കറുപ്പ തിന്നാൻ പറ്റുള്ളൂ ഗൈസ് ചുവപ്പ് തിന്നാൽ എന്താ പറയാ ചവർപ്പൈക്കാരം കഴിച്ചിട്ട് ചവർപ്പണേ ആയിഷ ആഴ്ച ഈ പഴം എടുത്തോണ്ട് ഇതാണ് അതിന്റെ കുരു അതിന്റെ കുരു അടിക്ക് പോകുമ്പോൾ നല്ല വെയിൽ ആയതുകൊണ്ട് ഫോൺ തീരെ കാണില്ല അങ്ങനെ പക്ഷെ കാണുന്നുണ്ട് ടവറിന്റെ അടുത്ത് വികരുത് വികരുത് ടവറിന് മൂള് വാങ്ങി എടുത്തിട്ടുണ്ട് മൂള് വാങ്ങി കാണിച്ചു കൊടുക്കും ഇത് കേടാ ടവറിന് മൂള് വാങ്ങി കാണിച്ചു ആ മോള് ഭാഗമൊക്കെ എടുത്ത് കുറേ ആയിട്ട് കാണിച്ചു തന്നെ കഴിച്ചില്ലേ ഓ കണ്ടിക്ക് സൂര്യപ്രകാശം കണ്ട് കുത്തിയിട്ടുണ്ടല്ലോ എന്നാ അങ്ങ് വേണോ ഇതൊക്കെ നാച്ചുറലായിട്ട് കെക്കിയതല്ലേ മഴകൊണ്ട് തൊട്ടാവാടി നമ്മൾ കുറച്ച് കൂടുതൽ ഇങ്ങനെ നമുക്ക് ചവർപ്പ് തോന്നുന്നു ഈ അമ്മോ നമ്മളിത് ഇത് ഫസ്റ്റ് തിന്നുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ കുറേ തിന്നുമ്പോൾ ഒരു ചവർപ്പ് എനിക്ക് തോന്നുന്നുണ്ട് നമുക്ക് തോന്നില്ല വിശലാണെങ്കിൽ ഞാൻ എന്നോ മരിച്ചിട്ടില്ലായിരുന്നു വിശല തോന്നിക്കൊണ്ട് അതാണ് കുറുക്കന്റെ മുന്തിരിയതാ അങ്ങനെ അഗതിമുള്ള മുന്തിരി അതിന്റെ പേരെങ്ങനെയാണ് പൗസോ എനിക്കറിയാം എന്തായാലും ടവർ വീണ്ടും കാണിക്കാം നിങ്ങൾക്ക് ടവർ കണ്ട് മടുത്തോന്നൊരു സംശയം ഗൈസ് നമ്മളിങ്ങനെ എത്തിയിട്ടുണ്ട് ഇവിടെ കയ്യമ്മ വെച്ച എന്താ ഈ വരലൊക്കെ വയലറ്റ് അപ്പൊ ബാക്കിയോ എടി കീറണ്ടടി നീ അതൊക്കെ പിടിച്ചോട്ടാ മാരിയൊക്കെ പിടിച്ചോ അതും കേട്ടോ ഞാൻ വേണമെങ്കിൽ എൻ്റെ ഒക്കെ 5 ഉണ്ട് എൻ്റെ 5 ഉണ്ട് ഗൈസ് ഇതാണ് മുള ആർക്കെങ്കിലും അറിയാത്തുണ്ടെങ്കിൽ പറഞ്ഞോളി അടി ബോഡി ഒന്ന് നിലത്ത് കാണാച്ച ഇവിടെ താഴേക്ക് ടൂറിസ്റ്റ് ആളുണ്ടല്ലോ നമ്മൾ ടൂറിസ്റ്റിന്റെ സ്ഥലത്ത് നമ്മൾ ടൂറൊക്കെ പോയി നിങ്ങൾ കാണിക്കാൻ വേണ്ടി ഞങ്ങൾ ടൂറൊക്കെ പോയി ഇനി നമ്മൾ തിരിച്ചു പോകണേ വന്നപ്പോൾ ഈ വഴി കറക്റ്റ് കാണിച്ചു തരാൻ പറ്റില്ല കാരണം ഇവിടെ ആൾക്കാരുണ്ടായിരുന്നു ഈ വഴിയൊക്കെ നിങ്ങൾക്കൊന്ന് ഓടി ഓടുന്നേ ഇരിക്കുന്നുണ്ടാ ഇങ്ങോട്ട് കാര്യം ഞാൻ പോവാണ് ഇങ്ങോട്ട് എന്താ ശ്രദ്ധിച്ചങ്ങോട്ട് പോയിക്കോ അവിടെ നോട്ടെ ഓള് ഗൈസ് ചന്ദ്രൻ്റെ ഇല ഫുള്ള് കയറി കളിഞ്ഞ് ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം ഈ വഴിയുടെ വ്യൂ പോയിൻ്റാണ് ആണ് ഇവിടെ ഇരുന്നത് ഇവിടെ കൂടുതൽ തൊട്ടവിടെയാണ് മുള്ള് അത്രന്നെ ഇവിടുന്ന് ഇത്ര ആയുണ്ട് നമ്മൾ ചാടിയ എന്താണ് നമ്മുടെ വ്യൂ പോയിന്റ് ആയിക്കോട്ടെ ഞങ്ങൾ മദ്രസ കൊണ്ട് വഴിയാണേ പക്ഷെ അവിടെ പോലെ വൈറ്റ് ലീവ് ഇതെല്ലാം ഞമ്മക്ക് ഇനി പോവാം എൻ്റെ അനിയൻ വീണ്ടും വീട്ടിൽ എത്തി തോന്നുന്നു കാണും ഇവിടെ കാണാനില്ല മൂഞ്ചി പിന്നെ ഇവിടെ ടാങ്ക് കിട്ടേണ്ട പൂവുണ്ട് നമുക്ക് അതും കുടിച്ചിട്ട് പോവാം തെച്ചിപ്പൂ കാട്ട തെച്ചി അതേ ടാങ്ക് കിട്ടേണ്ട പൂ പക്ഷെ ഇതൊക്കെ എന്താണ് വെള്ള കളർ താനൊക്കെ പോയിട്ടുണ്ടാവും
മഴ കുറേ കൊണ്ടുപോകണേ ഡാം കൊണ്ടെൻ്റെ പൂ കിട്ടിയില്ല നമുക്ക് സ്റ്റെപ്പ് ഇറങ്ങി പോകും. ആ കാറ്റ് ഇറങ്ങി പോവാം മണ്ടി അങ്ങോട്ട് പോവും നമുക്ക് സ്റ്റെപ്പ് ഇറങ്ങി പോവാം അതുകൊണ്ടൊന്നല്ല നിങ്ങൾക്ക് ഇതും കാണിച്ചിട്ടുണ്ടേ അല്ല എനിക്ക് പേടിയുള്ളതുകൊണ്ടൊന്നല്ല കാട് കൂടി വഴിയാണ്. ഇവിടെ കൂടിയൊക്കെ പേരേക്ക് വഴിയുണ്ട് നമുക്ക് വേണമെങ്കിൽ നമ്മൾ കോറിക്ക് ഇന്ന് നല്ല മഴയുള്ള ദിവസം ആവേണ്ടതായിരുന്നു പകരം നല്ല വെയിലായി ഗൈസ് അൽഹംദുലില്ലാ പക്ഷെ ഇത്ര വെയിലുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ചാവും ഇവിടെ കാലത്താണല്ലോ ഇന്നെ ഓൾ ഇറങ്ങി പോകുന്നത് കണ്ടു. ലോങ് സ്റ്റെപ്പാണ്. നമ്മൾ നോക്കാതെ ഇറങ്ങിയാൽ നമ്മളും പടാവും, എല്ലാവരും പടാവും. പോകാൻ പടാവും. ശരിയാണ്. കാണേണ്ടവർക്കൊന്നും ഈ വീഡിയോ കാണാനും പറ്റില്ല. എന്താ ഈ വീഡിയോ ഇടണ്ടേ? ഇതിൽ കൂടി അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയത് നമ്മൾ ഇതിൽ കൂടി ഇങ്ങോട്ട് വന്നേ. ഇനി ഓളെ പേരാണിത്. എൻ്റെ പേരെത്തി മിസ്റ്ററോ മിസ്സിസ് ആടിയേ ഇംഗ്ലീഷ് അറിയില്ലേ? ഏതായാലും ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒന്നും പറയാനായിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ ഓള് പെടുന്ന സ്റ്റെപ്പ് ഒന്നും പോണൂന്ന്. അവിടെ തട്ടി ഇങ്ങനെ പോയിക്കണ്ടേ ഭാഗ്യത്തിന് തെങ്ങളോട് ഞാൻ ഇവിടെ ഇങ്ങനെ പിടിച്ചു. ഓ രക്ഷപ്പെട്ടു. വീട്ടിലെത്തിയിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ നമ്മുടെ അനിയനൊക്കെ വരിയിലെത്തി കുറേ നേരം കാണിച്ചതാ വെള്ളം തുപ്പി കളിക്കണം. അപ്പോൾ ഗൈസ് ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ പുതിയ വീഡിയോ കാണാൻ വേണ്ടി എല്ലാവർക്കും ബൈ ബൈ പറയുന്നതിന് മുമ്പേ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണേണ്ടവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ് പ്ലീസ് പ്ലീസ്. ഇത്ര കഷ്ടപ്പെട്ട് വീഡിയോ ഇടല്ലേ. അപ്പോൾ എല്ലാവർക്കും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ നിൽക്കാൻ നിങ്ങൾക്ക് ഞങ്ങൾ ഇടുമ്പോഴൊക്കെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഗൈസ് ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ പുതിയ വീഡിയോ കാണാൻ എല്ലാവർക്കും ബൈ ബൈ.